ഹായ് ഹലോ. ദേ ഈ അടങ്ങിയിരിക്കുന്ന കുറുമ്പനില്ലേ, ഇവൻ അത്ര അടങ്ങിയിരിക്കുന്ന ആളൊന്നുമല്ല കേട്ടോ. ഇവനൊന്ന് അടക്കിയിരുത്താൻ വേണ്ടി ഞാൻ ബാല്യത്തിൽ സൂക്ഷിച്ചു വെച്ചിരുന്ന എൻ്റെ കളിക്കുടുക്കുകളൊക്കെ ഒന്ന് തപ്പി. എവിടെയും പരവേട്ട് അതൊന്നും കിട്ടിയില്ല. പകരം കിട്ടിയത് മറ്റു ചില സാധനങ്ങളായിരുന്നു. ഞാൻ TTC ചെയ്ത കുറേ വർക്കുകൾ. അതിലൊന്നായിരുന്നു ദേ ഈ കാണുന്ന മീമി. വിഷുവിന് പറയുന്നത് കരിമീൻ എന്നാണ് കേട്ടോ. ഇതൊരു കൊളാഷാണ്. പിന്നെ ഞാൻ ചെയ്തിട്ടുള്ള ഓരോ വർക്കുകളും ഇതെല്ലാം എൻ്റെ TTCയുടെ മാത്രം വർക്കുകളാണ്. ഇതിൽ കുറച്ച് സാധനങ്ങൾ ഞാൻ കണ്ണചേട്ടൻ്റെ വീട്ടിലും കൊണ്ടുവച്ചിട്ടുണ്ട്. ഇതിപ്പോൾ എൻ്റെ വീട്ടിലിരിക്കുന്ന കുറച്ച് വർക്കുകളാണ് കേട്ടോ. ഇതൊന്നും ഞാൻ കളഞ്ഞിട്ടൊന്നുമില്ല. ഇത് മാത്രമല്ല, വേറെയും കുറേ സാധനങ്ങൾ കിട്ടി. ഇതാണ് എൻ്റെ പഴയ ഓട്ടോഗ്രാഫ്. അതായത് ഞാൻ 10ലും +2ലും ഒക്കെ ഉപയോഗിച്ച ഓട്ടോഗ്രാഫ്. അമ്മയുടെ ഫ്രണ്ട്സ് അമ്മയ്ക്ക് എഴുതി തന്നതാ. അതിൻ്റെ പേരെന്താണെന്നറിയോ? ഓട്ടോഗ്രാഫ്. എന്തുവാ എൻ്റെ പേര്? അത് സൂര്യ. ഈ ഓട്ടോഗ്രാഫുകൾ മാത്രമല്ല കേട്ടോ, ഞാൻ എൻ്റെ സ്കൂൾ കാലം മുതലേ എല്ലാ സാധനങ്ങളും സൂക്ഷിച്ചു വെക്കുന്ന കൂട്ടത്തിലായിരുന്നു. ആ സ്വഭാവം കിട്ടിയത് അച്ഛനും അമ്മയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു. പഴയ കളിക്കുടുക്കുകളും അങ്ങനെയുള്ള എൻ്റെ പഴയ ബുക്കുകളും എല്ലാം ഞാൻ സൂക്ഷിച്ചു വെക്കുമായിരുന്നു, പുസ്തകങ്ങളും ഒക്കെ. എന്നിട്ട് എന്തെങ്കിലുമൊക്കെ അസൈൻമെൻറ്റുകളും വർക്കുകളും ഒക്കെ വരുമ്പോഴത്തേക്കും പഴയ ലേബറിൻ്റെയിൽ നിന്നും കളിക്കുടുക്കയിൽ നിന്നുമൊക്കെ വേണ്ട ചിത്രങ്ങളും ഒക്കെ ഞാൻ ശേഖരിക്കുമായിരുന്നു. പിന്നെ പണ്ടത്തെ മനോരമ പത്രത്തിൻ്റെ കൂടെ വരുന്ന, മലയാള മനോരമ പത്രത്തിൻ്റെ കൂടെ വരുന്ന പടുപ്പുര, അതിൻ്റെ ഒരു ധാരാളം കളക്ഷൻ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. പക്ഷേ അത് ഞാൻ വലുതായതിനു ശേഷം അത് നമ്മൾ വിൽക്കുകയുണ്ടായി. അത് നമ്മുടെ വീട്ടിൽ വരുന്ന ആക്രിക്കാരന് കൊടുത്തു. അതിനുശേഷം TTCയുടെ സാധനങ്ങൾ മാത്രമാണ് ഞാനിപ്പോൾ സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത്. അങ്ങനെ തപ്പി വന്നപ്പോഴത്തേക്കും കിട്ടിയതാണ് എൻ്റെ ഒരു കോപ്പി ബുക്ക്. ഇതിനകത്ത് അധികമൊന്നും എഴുതിയിട്ടില്ല കേട്ടോ. 2-3 പേജ് മാത്രമാണ് എഴുതിയിട്ടുള്ളത്. ചുമ്മാ എടുത്ത് നോക്കിയപ്പോൾ അത് വിഷുവിന് ഉപകാരപ്പെടുമല്ലോ എന്ന് തോന്നി. ഇപ്പോൾ ആൾ അംഗൻവാടി പോക്കല്ലേ, അക്ഷരം പഠിക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും എന്തിനാ പുതിയ ബുക്ക് വാങ്ങുന്നത്, ഈ ബുക്ക് തന്നെ എടുത്തുകൂടെ എന്ന് ചിന്തിച്ചു. ഈ സ്വഭാവമൊക്കെ എൻ്റെ അമ്മയുടെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ. അതായത് പരീക്ഷ തീരുന്ന സമയത്ത് പഴയ ബുക്കുകളൊക്കെ സൂക്ഷിച്ചു വെച്ച് വേണ്ടാത്ത പേജുകളൊക്കെ കളഞ്ഞു പുതിയ വർഷത്തിലേക്ക് ഞാൻ ഉപയോഗിക്കുമായിരുന്നു. അത് തന്നെ വിഷുവിലൊന്ന് പരീക്ഷിച്ച് നോക്കി.